ഒരു ദിവസം ഉച്ചസമയം കയ്യിൽ ആകെയുണ്ടായിരുന്ന അരമുറി അപ്പം കഴിക്കുകയായിരുന്നു റാബിയ. അപ്പോഴാണ് 2 സത്യാന്വേഷികൾ അവരെ കാണുവാനായി അവിടെ എത്തിച്ചേർന്നത്. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്നൊന്നും എന്തെങ്കിലും കൊണ്ടുവരാനും കഴിയില്ല. അപ്പം കഴിക്കുന്നത് അവർ നിർത്തി. റാബിയ അവരെ സ്വീകരിച്ചു. ഒരു നിമിഷം കണ്ണടച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ചു. പിന്നെ സംസാരം തുടങ്ങി. അവർ ചോദിച്ചു, അമ്മേ, എങ്ങനെയാണ് ദൈവസാമീപ്യം അറിഞ്ഞത്? അവർ പറഞ്ഞു. എങ്ങനെ എന്ന ചോദ്യം ഇല്ലാതാക്കി ഈശ്വരൻ പ്രത്യക്ഷനായി. ഭഗവാനും നമുക്കും ഇടയിലെ മറയാണ് ചോദ്യങ്ങൾ. അപ്പോഴാണ് ഒരു പെൺകുട്ടി കുറേ അപ്പങ്ങളുമായി വീടിൻ്റെ മുറ്റത്ത് വന്നത്. റാബിയ ദേവി സന്തോഷത്തോടെ അത് വാങ്ങി എണ്ണി നോക്കി. 8 അപ്പങ്ങളുണ്ടായിരുന്നു. അയൽപ്പക്കത്തെ സ്ത്രീ റാബിയയ്ക്ക് വേണ്ടി നേർന്നതാണത്രേ അത്. റാബിയ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മകളെ, നിനക്ക് ഇതിൻ്റെ ഉടമ തന്നത് 10 അപ്പങ്ങളല്ലേ? നീ എനിക്ക് തന്നതാവട്ടെ 8 എണ്ണവും. 2 എണ്ണം എവിടെ പോയി? ആ പെൺകുട്ടി ആശ്ചര്യത്തോടു കൂടി അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം അമ്മേ, ആ 2 എണ്ണം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അവിടെ കഴിക്കുവാൻ ഒന്നുമില്ലായിരുന്നു. റാബിയ പറഞ്ഞു, സാരമില്ല, കുഞ്ഞു പൊയ്ക്കോളൂ. എൻ്റെ നന്ദിയും സ്നേഹവും ആ അമ്മയെ അറിയിക്കുക. ആ പെൺകുട്ടി തിരിച്ചു പോയപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടു നിന്ന ആ സത്യാന്വേഷികൾ ചോദിച്ചു, റാബിയ ദേവി, അമ്മ എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ഉടമ 10 അപ്പം കൊടുത്തയച്ചു എന്ന് മനസ്സിലാക്കിയത്? റാബിയ ദേവി പറഞ്ഞു, നിസ്സാരം. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല, 10 അപ്പമെങ്കിലും കിട്ടിയാലേ അവരുടെ വിശപ്പടങ്ങൂ എന്ന്. 10 അപേക്ഷിച്ചാൽ 8 എണ്ണം നൽകുന്നവനല്ല എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായ ദൈവം. ചോദിച്ചത് മുഴുവൻ തരാറുള്ള ഈശ്വരനാണ്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽപ്പാന്തേ ഹൃൽ സർവലോകജഠരസ്യാനന്ദനാട്യം മുദാ കർത്തുർമണികുണ്ഡലീയുഗളികാദീവായതേ സന്തതം. ബ്രഹ്മോപേന്ദ്രമുഖാമരേ വിരമതി ബ്രഹ്മാണ്ഡഭാണ്ഡേ പരം. സാപാശാങ്കുശപുഷ്പസായകധനുർവിദ്യോതദാന്മേ ഹൃദി. കൽപ്പാന്തേ ഹൃൽ സർവലോക ജഠരസ്യാനന്ദ നാട്യം മുദാ. മഹാപ്രളയകാലത്ത് എല്ലാ പ്രപഞ്ചത്തെയും തൻ്റെ ഉദരത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ആനന്ദനൃത്തമാടുന്ന മഹാദേവൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തോടെ വിളങ്ങുന്ന എൻ്റെ അമ്മേ. കർത്തുർമണി കുണ്ഡലീയുഗളികാദീവായതേ സന്തതം. അമ്മയുടെ കാതുകളിൽ ശോഭിക്കുന്ന മണിമയമായ ആ 2 കുണ്ഡലങ്ങൾ സൂര്യചന്ദ്രന്മാരാണ്. അവ എപ്പോഴും ദീപങ്ങളെപ്പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മോപേന്ദ്രമുഖാമരേ വിരമതി ബ്രഹ്മാണ്ഡഭാണ്ഡേ പരം. ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവന്മാർ പോലും ബ്രഹ്മാണ്ഡഭാണ്ഡത്തിൽ തങ്ങളുടെ കർമ്മം അവസാനിപ്പിച്ച് ഇല്ലാതെയാകുമ്പോഴും ഒന്നുകൊണ്ടും നശിപ്പിക്കപ്പെടാത്ത പരമമായ സത്യമായി അവശേഷിക്കുന്നത് അമ്മയാണ്. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും നാശമുണ്ടാകുന്ന മഹാപ്രളയകാലത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാകുമ്പോഴും അമ്മ മാത്രം നിത്യസത്യമായി നിലകൊള്ളുന്നു. സാപാശാങ്കുശപുഷ്പസായകധനുർവിദ്യോതദാന്മേ ഹൃദി. കൈകളിൽ പാശം, അങ്കുശം, പുഷ്പബാണങ്ങൾ, വില്ല് എന്നിവ ധരിച്ച് പ്രകാശിക്കുന്ന ലളിതാ പരമേശ്വരി ദേവി, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊണ്ടരുളട്ടെ. പ്രളയകാലത്ത് സർവചരാചരങ്ങൾ നശിക്കുന്നു. അവശേഷിക്കുന്നത് ആദിശക്തിയായ അമ്മ മാത്രം. എൻ്റെ അമ്മേ, അവിടുന്ന്
ആയുധങ്ങളുമായി എൻ്റെ ഉള്ളിൽ എപ്പോഴും വാണരുളിയാലും. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം. ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്താണോ അതാണ് അമ്മ. വാഗ്ദേവതകൾ 3 അക്ഷരങ്ങൾ കൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിലെ 618 മന്ത്രമാണ് പരമാ എന്നത്. സർവശ്രേഷ്ഠയായ ദേവി. ഈ അർത്ഥം മാത്രമല്ല ഈ മന്ത്രത്തിന് ഉള്ളത്. പരബ്രഹ്മത്തിന് 4 രൂപങ്ങളാണുള്ളത്. പുരുഷൻ, അവ്യക്തം, വ്യക്തം, കാലം. ഈ 4 രൂപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീ മഹാദേവൻ്റെ ലക്ഷ്മിയായിരിക്കുന്ന ദേവി എന്നും ഈ മന്ത്രത്തിന് അർത്ഥം കാണുന്നുണ്ട്. പരമ എന്ന പദത്തെ പരൻ്റെ മാ എന്ന് എടുക്കാം. പരൻ മഹാദേവനാണ്, മാ ലക്ഷ്മി ദേവിയും. അങ്ങനെ വരുമ്പോൾ ശിവൻ്റെ ശക്തിയായിരിക്കുന്ന ദേവി എന്നാവും അർത്ഥം ലഭിക്കുക. അതുകൊണ്ടാണ് ശ്രീ മഹാദേവൻ്റെ ലക്ഷ്മിയായിരിക്കുന്ന ദേവി എന്ന ഈ മന്ത്രത്തിന് അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. പരം ബ്രഹ്മമാതി പരിച്ഛിന്നത്തി ഇതി പരമാ. പരമാ പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം. പരംബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഉന്നതമായ, മാറ്റമില്ലാത്ത ബ്രഹ്മം. മാതി അളക്കുന്നു അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുന്നു. ഇവിടെ മായ എന്ന അർത്ഥത്തിലും എടുക്കാവുന്നതാണ്. പരിച്ഛിന്നത്തി എന്ന് പറഞ്ഞാൽ വേർതിരിക്കുകയോ പരിധി നിശ്ചയിക്കുകയോ ചെയ്യുന്നു എന്നാണ് അർത്ഥം. പരമമായ ബ്രഹ്മത്തെ അളവുകൾക്കും പരിധികൾക്കും ഉള്ളിൽ എന്നതുപോലെ തോന്നിപ്പിക്കുന്നത് എന്താണോ അതാണ് പരമ അഥവാ മായ. മറ്റൊരു തരത്തിൽ കൂടി നമുക്ക് ഈ വാചകം ഒന്ന് പരിശോധിക്കാം. പരം ബ്രഹ്മ അനന്തവും അദ്വിതീയവുമായ പരബ്രഹ്മം. മാതി അളക്കുന്നു, പരിച്ഛിന്നത്തി പരിമിതപ്പെടുത്തുന്നു അഥവാ വേർതിരിക്കുന്നു. അളക്കാനോ പരിമിതപ്പെടുത്തുവാനോ കഴിയാത്ത പരബ്രഹ്മത്തെ ഉപാധികളിലൂടെ, അതായത് മായയിലൂടെ അളക്കുന്ന ദേവി അഥവാ പരിമിതപ്പെടുത്തി ദർശിക്കാൻ സഹായിക്കുന്ന ദേവി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നിർഗുണമായ ബ്രഹ്മത്തെ സഗുണരൂപത്തിൽ, അതായത് രൂപവും ഭാവവും ഉള്ള അമ്മയായി ഭക്തർക്ക് അനുഭവവേദ്യമാക്കുന്നത് ലളിതാ പരമേശ്വരീ ദേവിയാണ് എന്ന് അർത്ഥം. ഭഗവാൻ ശങ്കര ഭഗവത് പാദർ സൗന്ദര്യലഹരിയിൽ പരബ്രഹ്മ മഹിഷി എന്ന് അമ്മയെ സ്തുതിക്കുന്നു. ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം ആഗമവിദോ ഹരേ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം. തുരീയാകാപിത്വം ദുരധിഗമനിസ്സീമ മഹിമാ മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മമഹിഷി. ഗിരാം ആഹു ദേവി, സരസ്വതി എന്ന് പറയുന്നു. ദ്രുഹിണഗൃഹിണീം, ബ്രഹ്മാവിൻ്റെ പത്നിയായ. ആഗമവിദ, വേദതത്വങ്ങൾ അറിഞ്ഞ വ്യാസാദികൾ. ഹരേ പത്നീം പത്മാം, വിഷ്ണുപത്നിയായ ലക്ഷ്മി ദേവി എന്ന്. ഹരസഹചരീം, ശിവൻ്റെ പത്നിയായ പാർവതീ മാതാവ് എന്ന്. തുരീയ കാപി ത്വം ദുരധിഗമ നിസ്സീമ മഹിമാ. അമ്മേ ഭഗവതി, അവിടുന്ന് അറിയാനാകാത്ത അപാരമായ മഹിമകളോടുകൂടിയ 4ാമത്തെ ദേവിയാകുന്നു. മഹാമായ, മഹാമായയാകുന്നു. വിശ്വം ഭ്രമയതി, ഈ പ്രപഞ്ചത്തെയെല്ലാം ഭ്രമിപ്പിക്കുന്നു. പരബ്രഹ്മമഹിഷി, അല്ലയോ പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷി. അല്ലയോ പരബ്രഹ്മമഹിഷിയായ എൻ്റെ അമ്മേ, വേദങ്ങളുടെ തത്വങ്ങൾ അറിഞ്ഞവരായ വ്യാസാദി മുനികൾ അമ്മയെയാണ് ബ്രഹ്മദേവൻ്റെ പത്നിയായ സരസ്വതീദേവി എന്ന് പറയുന്നത്. മഹാവിഷ്ണുദേവൻ്റെ പത്നിയായ
മഹാലക്ഷ്മി ദേവി എന്നും പറയുന്നത് അമ്മയെ തന്നെയാണ്. ശിവപത്നിയായ പാർവതി മാതാവ് എന്നും പറയുന്നത് ദേവി എൻ്റെ അമ്മയെ തന്നെയാണ്. അമ്മേ ഭഗവതി, അറിയാൻ പറ്റാത്ത അപാരമായ മഹിമകളോടുകൂടിയ നാലാമത്തേതായി അഥവാ മഹാമായയായി ഇരുന്നു കൊണ്ട് അവിടുന്ന് ഈ പ്രപഞ്ചത്തെയെല്ലാം ഭ്രമിപ്പിക്കുന്നു. വേദവ്യാസാദി മുനികളെല്ലാം സരസ്വതീ ദേവി, ലക്ഷ്മി ദേവി, പാർവതി മാതാവ് എന്നൊക്കെ പറയുന്നത് അമ്മയെ തന്നെയാണ്. സൂക്ഷ്മമായി ചിന്തിച്ചാൽ അമ്മ ആർക്കും അറിയുവാൻ പറ്റാത്ത അപാരമായ മഹിമകളോടുകൂടിയ നാലാമത്തെ ദേവിയായി, മഹാമായയായി മാറി പ്രപഞ്ചത്തെയെല്ലാം ഭ്രമിപ്പിക്കുന്നു. വിദ്യാരൂപിണിയും മഹാമായയുമായ അമ്മ പരമഭട്ടാരികയാണ്. പരബ്രഹ്മത്തെ പരിച്ഛേദിക്കുന്ന ദേവി, ശ്രീ മഹാദേവൻ്റെ ലക്ഷ്മിയായ ദേവി, പരബ്രഹ്മത്തിൻ്റെ 4 രൂപങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന അമ്മ. ഈ മന്ത്രത്തിൻ്റെ അർത്ഥങ്ങളാണ് ഇവ. ഓം പരമായൈ നമഃ. ഓം ഓം ഹ്രേം പരമായൈ നമഃ. പാവനാകൃതി അടുത്ത നാമമന്ത്രമാണ് ഇത്. പാവനമായ ആകൃതിയോടുകൂടിയ ദേവി, പരിശുദ്ധമായ ആകൃതിയോടുകൂടിയ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. പാവനം എന്ന പദത്തിന് ശുദ്ധീകരിക്കുന്നത്, പാപഹരമായത്, അതായത് പാപം ഇല്ലാതെയാക്കുന്നത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ആകൃതി എന്ന വാക്കിന് രൂപം, ചരിത്രം, ജ്ഞാനം, പ്രവർത്തികൾ എന്നിങ്ങനെയുള്ള നാനാർത്ഥങ്ങളും കാണുന്നു. പാവനം എന്ന പദത്തിന് അഗ്നി, ജലം, പശുവിൻ ചാണകം, രുദ്രാക്ഷം എന്നിങ്ങനെയുള്ള നാനാർത്ഥങ്ങളാണ് ഉള്ളത്. അമ്മയുടെ രൂപം ധ്യാനിക്കുക, അമ്മയുടെ ചരിത്രം കേൾക്കുക, അവിടുത്തെ സ്തോത്രങ്ങളുടെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കി അത് മനനം ചെയ്യുക, ദേവീപുരാണം, ദേവീഭാഗവതം, ലളിതോപാഖ്യാനം എന്നിവയിലെ അമ്മയുടെ ചരിത്രം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ മനസ്സ് ശുദ്ധമാവുകയും ശാന്തി ഉണ്ടാവുകയും ചെയ്യുന്നു. മന്ത്രത്തിലെ ബീജാക്ഷരങ്ങളുടെ മനനം ജ്ഞാനം നൽകുന്നു. അഗ്നി, ജലം, പശുവിൻ ചാണകം, രുദ്രാക്ഷം എന്നിവയ്ക്ക് മാലിന്യങ്ങളെയും പാപങ്ങളെയും നശിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. അമ്മയുടെ അംശം അവയിൽ ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധമാക്കുന്നതിനുള്ള അഥവാ പാവനമാക്കുന്നതിനുള്ള ശക്തി അവയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അഗ്നിയുടെ രൂപത്തിലുള്ള ദേവി, ജലത്തിൻ്റെ രൂപത്തിലുള്ള ദേവി, രുദ്രാക്ഷത്തിൻ്റെ രൂപത്തിലുള്ള ദേവി, പശുവിൻ ചാണകത്തിന് ശുദ്ധമാക്കുന്നതിനുള്ള ശക്തി നൽകുന്ന ദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിന് കിട്ടുന്നത്. പാപത്തിൽ നിന്നും മോചനം നേടുവാൻ ഉത്തമമായ ഒരു മാർഗമാണ് തപസ്. പാവനം എന്ന പദത്തിന് തപസ് എന്നും ഉണ്ട് അർത്ഥം. തപസ്വികളിൽ തപസ്സായി നിലകൊള്ളുന്നതും അമ്മ തന്നെയാണ്. യാജ്ഞവൽക്യ സ്മൃതിയിൽ ഭൂതാത്മനസ്തപോ വിദ്യേ ബുദ്ധേർജ്ഞാനം വിശോധനം ക്ഷേത്രജ്ഞസ്യേശ്വരജ്ഞാനാത് വിശുദ്ധി പരമാമത. ഭൂതാത്മന ശരീരത്തെ ധരിച്ചിട്ടുള്ള ജീവൻ്റെ അഥവാ മനസ്സിൻ്റെ ശുദ്ധിക്ക്, തപോവിദ്യേ തപസ്സും വിദ്യയും, ബുദ്ധേർ ജ്ഞാനം ബുദ്ധിയുടെ ശുദ്ധിക്കുള്ള ജ്ഞാനം, അതായത് ശരിയായ തിരിച്ചറിവ്, വിശോധനം ശുദ്ധീകരിക്കുന്നു, ക്ഷേത്രജ്ഞസ്യ ആത്മാവിൻ്റെ, ക്ഷേത്രജ്ഞൻ എന്നാൽ ആത്മാവ് എന്നാണ് അർത്ഥം, ഈശ്വരജ്ഞാനാത് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് അഥവാ ബ്രഹ്മജ്ഞാനം, വിശുദ്ധി പരമാമത ഏറ്റവും ഉത്തമമായ ശുദ്ധി എന്ന് കരുതപ്പെടുന്നു. മനസ്സിൻ്റെ ശുദ്ധി തപസ്സിലൂടെയും സ്വയം നിയന്ത്രണം വിദ്യയിലൂടെയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. ബുദ്ധിയുടെ ശുദ്ധി സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ജ്ഞാനം കൊണ്ട് ബുദ്ധി ശുദ്ധീകരിക്കപ്പെടുന്നു. ആത്മാവിൻ്റെ ശുദ്ധിയോ താൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധ്യവും ഈശ്വരനെക്കുറിച്ചുള്ള അറിവും അതായത് ബ്രഹ്മജ്ഞാനവും ഉണ്ടാകുമ്പോഴാണ് ആത്മാവ് പരമമായ ശുദ്ധി കൈവരിക്കുന്നത്. ശരീരം ജലം കൊണ്ടും മനസ്സിനെ സത്യം കൊണ്ടും ബുദ്ധിയെ അറിവ് കൊണ്ടും ആത്മാവിനെ ഈശ്വരചിന്ത കൊണ്ടും വേണം ശുദ്ധീകരിക്കുവാൻ എന്ന് അർത്ഥം. ഓം
പാവനാകൃതയേ നമഃ. ഓം ഓം ഹ്രീം പാവനാകൃതയേ നമഃ. പരമാ, പാവനാകൃതി എന്നീ 2 മന്ത്രങ്ങളാണ് ഇവിടെ അർത്ഥത്തോടുകൂടി വിവരിച്ചത്. എപ്പോഴും വിജയം മാത്രം നൽകുന്ന ഈ മന്ത്രങ്ങൾ ദിവസവും ജപിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകും. സൗന്ദര്യലഹരിയിലെ ഇവിടെ നൽകിയിട്ടുള്ള ശ്ലോകം കൂടി മന്ത്രത്തോടൊപ്പം ചൊല്ലുന്നത് ഉത്തമം തന്നെ. ഓം പരമായൈ നമഃ ഓം എന്ന മന്ത്രവും സൗന്ദര്യലഹരിയിലെ ശ്ലോകവും ഒരു ചെറിയ നെയിം ബോർഡ് പോലുള്ള ഒന്നിൽ എഴുതി പൂജാമുറിയിലോ, പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ ശുദ്ധമായ സന്ധ്യാദീപം തെളിക്കുന്ന സ്ഥലത്തോ സ്ഥാപിച്ചുകൊണ്ട് ദിവസവും സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ ഇതുകൂടി ചൊല്ലുക. ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം മന്ത്രം ജപിക്കാം. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും ഒരു ദുരിതവും ഉണ്ടാവുകയില്ല. ശത്രുദോഷം, ആഭിചാരദോഷം എല്ലാം തന്നെ ഇതുകൊണ്ട് മാറിക്കിട്ടും. 7 ദിവസം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുന്നതാണ്. ശ്രീ മഹാദേവി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.